ഏറ്റവും കരുത്തുറ്റ നേതാവ് തന്നെയാണ് ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ സാറ്. ഇപ്പോൾ വീണ്ടും നിങ്ങൾ എന്നെ യൂണിയൻ്റെ പ്രസിഡൻ്റായി തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ പിന്നിലായി പാറ പോലെ ഉറച്ചു നിൽക്കും പത്തനാപുരം NSS താലൂക്ക് യൂണിയൻ എന്നീ അവസരത്തിന് ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ്. നമ്മൾ അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ, അദ്ദേഹത്തിൻ്റെ നിലപാടുകൾ രാഷ്ട്രീയമല്ല, NSS സമദൂര സിദ്ധാന്തത്തിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ അഭിപ്രായം പറയാൻ പാടില്ല എന്ന് പറയുന്നത് ശരിയല്ല. അദ്ദേഹം കഴിഞ്ഞ ദിവസം സർക്കാരിനെ കുറിച്ച് നല്ല അഭിപ്രായം പറഞ്ഞു. അദ്ദേഹം ഇതിനു മുമ്പ് സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട്, ഈ സർക്കാരിനെതിരെ പറഞ്ഞിട്ടുണ്ട്, UDF സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്, കേന്ദ്ര സർക്കാരിന് അനുകൂലമായിട്ട് പറഞ്ഞിട്ടുണ്ട്, എതിരായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം NSSൻ്റെ അതാത് കാലഘട്ടങ്ങളിൽ NSS അഭിമുഖീകരിക്കുന്ന വിഷയങ്ങളുമായി ബന്ധപ്പെട്ട അഭിപ്രായമാണ് പറഞ്ഞത്. അല്ലാതെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ നിലപാടല്ല അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ ആവേശം കൊള്ളേണ്ട കാര്യമൊന്നുമില്ല. കാരണം സർക്കാർ ശബരിമലയെ സംബന്ധിച്ച് സ്വീകരിക്കുന്ന നിലപാടുകൾ നല്ലതാണ്. ഇപ്പോൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും വിവാദങ്ങളൊന്നും ഉണ്ടാകാതെ ശബരിമല കഴിഞ്ഞ സീസണിലൊക്കെ നന്നായി സർക്കാർ മാനേജ് ചെയ്തു, ദേവസ്വം ബോർഡിൻ്റെ മന്ത്രി മാനേജ് ചെയ്തു എന്ന് സർക്കാരിൻ്റെ എല്ലാ സംവിധാനങ്ങളും ഉണർന്ന് പ്രവർത്തിച്ചു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റുള്ളവരെല്ലാം മോശക്കാരും ശത്രുക്കളുമാണ് എന്നല്ല. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ട. അങ്ങനെയല്ല ജനറൽ സെക്രട്ടറി പറഞ്ഞത്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് വളരെ നല്ല സമീപനം. NSSുമായി ബന്ധപ്പെട്ട്, നായർ സമുദായവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങൾ വരുമ്പോൾ സർക്കാർ NSSുമായി സംസാരിക്കുന്നു. അതിൽ തെറ്റെന്താ? സംസാരിക്കണമല്ലോ. അപ്പോൾ സംസാരിക്കുന്നു, അതൊരു തെറ്റാണ് എന്ന് പറയാറില്ല. സംസാരിക്കുന്നത് നല്ല കാര്യമാണ്. അതുകൊണ്ട് നമ്മൾ അതുമായി സഹകരിച്ച് പോകുന്നു എന്ന് അദ്ദേഹം പറഞ്ഞാൽ എന്താണ് തെറ്റത്? പിന്നെന്താ പറയുന്നത്? മാധ്യമങ്ങളിൽ പറയുന്നത് എന്താ? NSSൽ വലിയ ഭിന്നത. അത് ഇന്നലെ തന്നെ തെളിയിച്ചു. കാരണം 300ഓളം പ്രതിനിധികൾ വരുന്ന NSSൻ്റെ പ്രതിനിധിസഭാ യോഗത്തിൽ NSS ജനറൽ സെക്രട്ടറിയോട് എന്താ അങ്ങനെ ഒരു തീരുമാനം എടുത്തതെന്ന് പോലും ആരും ചോദിച്ചില്ല. കാരണം എന്താണോ NSSൻ്റെ ജനറൽ സെക്രട്ടറി എടുക്കുന്ന തീരുമാനം, അതിനോടൊപ്പം ഞങ്ങളുണ്ട് എന്ന പ്രഖ്യാപനമാണ് ഇന്നലെ തന്നെ അവിചാരിതമായി ഈ സമയത്ത് തന്നെയാണ് പ്രതിനിധിസഭാ യോഗം വിളിച്ചു കൂട്ടിയത്. ആ യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് എല്ലാവരും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അദ്ദേഹം നിലപാടെന്താണ് എന്ന് അതിനകത്ത് പ്രതിനിധിസഭാ യോഗം നടക്കുന്ന ഹാളിൻ്റെ ഉള്ളിൽ അദ്ദേഹം അത് വ്യക്തമാക്കുകയും ചെയ്തു. ഏതോ ഒരു കുടുംബത്തിലെ 4 നായന്മാർ NSSൽ നിന്ന് രാജിവെച്ചു. അപ്പോൾ ആര് ചോദിച്ചാൽ അവർക്ക് പോയി, അല്ല നമുക്കെന്താ? ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലുള്ള 4 നായന്മാർ, ഒരു കുടുംബത്തിലെ 4 നായന്മാർ NSSൽ നിന്ന് രാജിവെച്ചു എന്ന് TV എഴുതി കാണിച്ചാൽ അതിൻ്റെ അർത്ഥം കേരളത്തിലുള്ള മുഴുവൻ നായന്മാരും NSSൽ നിന്ന് രാജിവെക്കുമെന്നാണോ? അല്ല, അവർക്ക് എന്തോ ആവശ്യം. അവരാരാന്ന് ആ പേപ്പറിൽ വന്നപ്പോഴാണ് അവരെ പറ്റി അറിഞ്ഞത് തന്നെ. TV പറഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു കുടുംബം ഉണ്ടെന്നും അവർ 4 പേര് നായന്മാരായിരുന്നും അവർ രാജിവെച്ചെന്ന്. അത് ജനറൽ സെക്രട്ടറിയോടല്ല, അത് അവർ NSSനെതിരാണ്. പത്തനംതിട്ടയിൽ ഫ്ലെക്സ് ബോർഡ് വെച്ചു. ഈ പത്തനംതിട്ടയിലാണല്ലോ NSSനെതിരായിട്ടുള്ള കേസുകളെല്ലാം. പത്തനംതിട്ട ജില്ലയിൽ നിന്നാണല്ലോ NSS നായർ സർവീസ് സൊസൈറ്റിയെ നശിപ്പിക്കാനുള്ള എല്ലാ കേസുകളും വ്യവഹാരങ്ങളും ഒരുങ്ങുന്നതും വരുന്നതും പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. പണം ചെലവാക്കുന്നതും പ്രവർത്തിക്കുന്നതും കോടതികളിൽ കള്ളക്കേസ് കൊടുക്കുന്നതും എല്ലാം പത്തനംതിട്ട ജില്ലയിൽ നിന്നാണ്. അപ്പോൾ അവിടെ ഒരു ഫ്ലെക്സ് ബോർഡ് 250 രൂപ കൊടുത്ത് ഏത് അലവലാതിക്ക് ഒരു ഫ്ലെക്സ് ബോർഡ് അടിക്കാം, ആരുടെ പേരും എഴുതാം, ആരെ എന്തും പറയാവുന്ന ഒരു നാട്ടിൽ NSS ജനറൽ സെക്രട്ടറിക്കായിട്ട് ഫ്ലെക്സ് ബോർഡ് വെച്ചു എന്നൊക്കെ പറഞ്ഞാലോ, NSS ജനറൽ സെക്രട്ടറി എന്തെങ്കിലും ഒരു ട്രോൾ ഉണ്ടാക്കുക, ജനറൽ സെക്രട്ടറി അധിക്ഷേപിച്ചുകൊണ്ട് എടുക്കുക, അത് പ്രചരിപ്പിക്കുക, അത് നായന്മാർ, ഞാൻ മുമ്പും പറഞ്ഞില്ല, അതെടുത്ത് വീണ്ടും അതിനെ അങ്ങോട്ട് ഫോർവേഡ് ചെയ്യുക, ഇതൊന്നും ചെയ്യാതിരിക്കുക. അതൊന്നും കാര്യം. നമുക്കൊരു വിശ്വാസമുണ്ട് നമ്മളെക്കുറിച്ച്, ഏതൊരു വ്യക്തിയെക്കുറിച്ചും. മടിയിൽ കനമുള്ളവനെ ഭയമുള്ളൂ എന്ന് പറയുന്ന പോലെ അദ്ദേഹത്തിൻ്റെ കയ്യിൽ കറ പുരണ്ടിട്ടില്ല. അദ്ദേഹം അഴിമതിക്കാരനല്ല, സത്യസന്ധനാണ്. ഈ പ്രസ്ഥാനത്തിന് വേണ്ടി മന്നച്ചാചാര്യൻ്റെ നിർദ്ദേശം എന്തൊക്കെയായിരുന്നു അതനുസരിച്ച് അദ്ദേഹം ആ ചുവടിലൂടെ, അദ്ദേഹത്തിൻ്റെ പാദത്തിലൂടെ, ആ പാദം കടന്നുപോയ വഴിയിലൂടെ അദ്ദേഹം ബഹുമാനത്തോടെ കടന്നു പോകുന്ന ഒരു വ്യക്തിയാണ്. അതിനകത്ത് ഇത്രയും നായർ സർവീസ് സൊസൈറ്റിയെ, അദ്ദേഹത്തിൻ്റെ കാലം കഴിഞ്ഞാൽ ഈ നായർ സർവീസ് സൊസൈറ്റിയെ, സമുദായത്തെയും ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു വ്യക്തിയെ ഈ സംസ്ഥാനത്ത് നിന്ന് എങ്ങനെ കണ്ടുപിടിക്കും എന്നതിനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നത്. അത്രയ്ക്കും അദ്ദേഹം ആത്മാർത്ഥതയോടെയാണ് ഈ സമുദായത്തെ സ്നേഹിക്കുന്നത്, ഈ പ്രസ്ഥാനത്തെ സ്നേഹിക്കുന്നത്. നായർ സർവീസ് സൊസൈറ്റിക്ക് നാണക്കേടുണ്ടാകുന്ന ഒരു കാര്യം അദ്ദേഹം ചെയ്യാറില്ല.